നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മളിന്നിവിടെ 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ യോഗ സീക്വൻസ് ആണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും തന്നെ ഇത് ചെയ്തു നോക്കുക. ഒരു 1 അവർ ഫുൾ സ്ട്രെച്ച് യോഗ ചെയ്യാൻ സാധിക്കുന്നില്ല, സമയമില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു 15 മിനിറ്റ് യോഗ കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഈ ഒരു 15 മിനിറ്റ് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കംഫർട്ടബിളായിട്ട് സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക. സാവധാനം ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. ദീർഘമായ ശ്വാസം എടുത്ത് വയറൊന്ന് പുറത്തേക്ക് ബൾജ് ചെയ്ത് കൊടുക്കുക. ഇൻഹേൽ, ശ്വാസം വിട്ടുകൊണ്ട് വയറകത്തേക്ക്. എക്സ്ഹേൽ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇൻഹേൽ, സാവധാനം കൈകൾ റിലീസ് ചെയ്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കുറച്ച് നേരം കംപ്ലീറ്റ് സൈലൻസിൽ ഇരിക്കാൻ ശ്രമിക്കുക. ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നമുക്ക് കണ്ണുകൾ തുറക്കാം. സാവധാനം യോഗ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. നെക്ക് മൂവ്മെൻറ്റ്സോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ശ്വാസം എടുത്ത് തലമുകളിലേക്ക് ഇട്ടുകൊണ്ട് താഴേക്ക്. ഇൻഹേൽ up, exhale down, inhale up, exhale down. സാവധാനം നേരെ വരാം. വശങ്ങളിലോട്ട് സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുത്തു, ഇട്ടുകൊണ്ട് തല വലതുവശത്തേക്ക്. ശ്വാസം എടുത്ത് നേരെ, ഇട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്, എടുത്തുകൊണ്ട് നേരെ. 2 തവണ കൂടി. ഇൻഹേൽ സെൻറ്റർ, എക്സേൽ ലെഫ്റ്റ്. ശ്വാസം എടുത്ത് നേരെ, ഇട്ടുകൊണ്ട് വലതുവശത്തേക്ക്, എടുത്തുകൊണ്ട് നേരെ, ഇട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. എടുത്തുകൊണ്ട് നേരെ വരാം. അടുത്തതായി വലത് ചെവി വലത് ഷോൾഡറിനടുത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ, ഇട്ടുകൊണ്ട് എതിർവശത്തേക്ക്. ഇൻഹേൽ സെൻറ്റർ. ഷോൾഡർ ഉയർത്തി കൊടുക്കാതെ എന്തോരമാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ രീതിയിൽ ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സമയമുള്ളതനുസരിച്ച് ഇത് കൂടുതലായിട്ട് ചെയ്യാവുന്നതാണ്. ഷോൾഡർ റൊട്ടേഷൻ, കൈവിരലുകൾ ഷോൾഡറിന് മുകളിൽ വെക്കാം. ശ്വാസം എടുത്ത് കൈ മുകളിലേക്കും വിട്ടുകൊണ്ട് പിന്നിലൂടെ താഴേക്കും. 2 തവണ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പിറകിൽ നിന്ന് മുന്നിലേക്ക്. അതിലും ശ്വാസം എടുത്ത് കൈ മുകളിലേക്കും വിട്ടുകൊണ്ട് താഴേക്കും. ആ രീതിയിൽ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ടൈഗർ ബ്രീത്തിങ് ചെയ്യാം. അതിനായിട്ട് കാലുകൾ 2 മുന്നിലോട്ട് നീട്ടി വെച്ചു. ഓരോ കാലുകളും മുട്ടുമടക്കി ഉപ്പൂറ്റിയിലിരിക്കുന്ന സ്ഥിതിയിലേക്ക് ഇരിക്കുക. ഒരു കൈമുട്ട് അകലത്തിൽ കാൽമുട്ടുകളും ഒരു കൈമുട്ടും ഒരു കൈപ്പത്തി കൂടി മുന്നിലേക്ക് എടുത്ത് ടേബിൾ ടോപ്പ് പോസിലേക്ക് വരാം. നിങ്ങളുടെ ഷോൾഡറിന് നേരെ താഴെയായിട്ട് നിങ്ങളുടെ റിസ്റ്റ് വരട്ടെ. ഹിപ്പിന് നേരെ താഴെയായിട്ട് നിങ്ങളുടെ കാൽമുട്ട് വരണം. കൈപ്പത്തി, കാൽമുട്ട്, കാൽപാദം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്വാസം എടുത്ത് തലമുകളിലോട്ട്, നടുവ് താഴോട്ട് വളച്ചു കൊടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിനടുത്തേക്ക്. നടുവൊരു ആർച്ച് ചെയ്ത് കൊടുക്കുക. റാ ഷേപ്പ് പോലെ ആക്കുക. ഇൻഹേൽ, തലമുകളിലോട്ട്. എക്സ്ഹേൽ, താടി നെഞ്ചിനടുത്തോട്ട് സ്പൈനൊരു റാ ഷേപ്പ് ആക്കി കൊടുക്കാം. ബ്രീത്ത് ഇൻ, തലമുകളിലേക്ക്. ബ്രീത്ത് ഔട്ട്, താടി നെഞ്ചിനടുത്തോട്ട്. ഒരു തവണ കൂടി ചെയ്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. ശ്വാസം എടുത്ത് തലമുകളിലോട്ട്. 1 2 3 4 5. ശ്വാസം വിട്ട് താടി നെഞ്ചിനടുത്തോട്ട്. അവിടെ നോർമൽ ബ്രീത്തിങ്. 1 2 3 4 and 5. സാവധാനം വലത് കാല് പിറകിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ ചതുരംഗ ദണ്ഡാസനയിൽ 2 കാല് കൊണ്ട് ചെയ്യുന്ന രീതിയിൽ 1 കാല് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കാല് മുകളിലേക്ക് ഉയർത്താം. അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. 1 2 3 4 and 5. കാല് താഴേക്ക്. എതിർവശം ഇടത് കാല് കൊണ്ട് ആദ്യം പ്ലാങ്ക് പോസിലേക്ക് പോകുന്ന രീതിയിൽ കാല് പുറകിലേക്കൊന്ന് നീട്ടി കൊടുക്കുക. കാൽമുട്ട് നിവർത്തി വെക്കാം. 2 3 4 5. കാല് മുകളിലേക്ക് ഉയർത്താം. ദൃഷ്ടി മുന്നിലേക്കോ താഴേക്കോ ആയിട്ട് നോക്കാം. 1 2 3
4 and 5. റിലീസ് ചെയ്യാം. വൺസ് മോർ. കാല് പുറകിലേക്ക്. 5 ബ്രത്തിന് ശേഷം കാല് മുകളിലേക്ക്. 5 ബ്രത്ത്. 1 2 3 4 and 5. റിലീസ്. ഓപ്പോസിറ്റ് സൈഡ്. ഇടത് കാലുകൊണ്ട് 1 2 3 4 and 5. ഉയർത്താം. മെയിൻറ്റെയിൻ ചെയ്യുക. 2 3 4 and 5. റിലീസ് ചെയ്യാം. സാവധാനം ഇരിക്കുന്ന സ്ഥിതിയിൽ വരാം. കൈകളൊക്കെ വേദന എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റിസ്റ്റ് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക. 3 4 5. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. 1 2 3 4 and 5. ഓക്കെ. ശശാങ്കാസന ബ്രീത്തിങ് ചെയ്യാം. കൈകൾ രണ്ടും പിറകിൽ കൂട്ടിപ്പിടിക്കാം. ശ്വാസം എടുത്ത് തല ഉയർത്തുക. ഇട്ടുകൊണ്ട് മുന്നിലോട്ട് ബെൻഡ് ചെയ്യാം. ഇൻഹേൽ അപ്പ്. എക്സേൽ ഡൗൺ. ഹിപ്പ് ഉയർത്താതെ തല മുന്നിലോട്ട് എന്തോരം നിങ്ങൾക്ക് കുനിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ ചെയ്യുക. തീരെ താഴോട്ട് എത്തുന്നില്ലാത്തവർ കാൽമുട്ട് നന്നായിട്ടൊന്ന് അകത്തി വെച്ചോളൂ. വയറൊക്കെ ഉള്ളവരാണെങ്കിലും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് താഴോട്ട് എത്താനെന്നുണ്ടെങ്കിൽ കൈകൾ പുറകിൽ പിടിച്ചു. ശ്വാസം എടുത്ത് തല ഉയർത്തി വിട്ടുകൊണ്ട് മുന്നിലോട്ട് ബെൻഡ് ചെയ്യാം. കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുക. ഒരു സ്ട്രെച്ച് കൂടി ഇവിടെ നിന്ന് ചെയ്യാം. കൈകൾ ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്യുക ബാക്കിൽ. ശ്വാസം എടുക്കുന്നതിനൊപ്പം കൈ മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക. ഷോൾഡർ സ്ട്രെച്ചാണ്. നന്നായിട്ട് ആ ഒരു സ്ട്രെച്ചിങ് ഒന്ന് അറിഞ്ഞ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. 1 2 3 4 and 5. കൈ സാവധാനം താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ സ്ട്രെച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എന്തോരമാണോ സാധിക്കുന്നത് ആ രീതിയിൽ ചെയ്യുക. ഒരു തവണ കൂടി സെൻറ്ററിൽ നിന്ന് ഇൻഹെയിൽ ചെയ്തു. എക്സെയിൽ ചെയ്ത് മുന്നിലോട്ട് ബെൻഡ് ചെയ്തു. ശ്വാസം എടുത്ത് കൈമുകളിലേക്ക്. 2 3 4 and 5. സാവധാനം കൈകൾ താഴേക്ക്. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഉയർന്നു വരാം. ഓക്കെ. കാലുകൾ അടുപ്പിച്ച് വെക്കാം. വീണ്ടും ആ ഒരു 4 കാലിൻ്റെ പൊസിഷനിലേക്ക് പോവുക. ടേബിൾ ടോപ്പ് പോസിലേക്ക് പോവുക. പർവ്വതാസന ചെയ്യാം. കൈപ്പത്തി ഒരല്പം കൂടി വേണമെങ്കിൽ കയറ്റി വെക്കാം. കാലിൻ്റെ വിരൽ കുത്തി ശേഷം ഹിപ്പ് ഉയർത്തി ഇൻവേർട്ടഡ് വി അല്ലെങ്കിൽ പർവ്വതാസന സ്ഥിതിയിലേക്ക് വരിക. നിങ്ങൾക്ക് ഹീൽസ് ഉയർന്നാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ സാവധാനം നിങ്ങൾക്ക് അവിടെ നിന്ന് നടക്കുന്ന രീതിയിൽ ഓരോ കാലുകളും മുട്ടുമടക്കി നിൽക്കാം. 1 ദൃഷ്ടി കാൽവിരലിലേക്കാണ്. 2 3 4 and 5 6. സാവധാനം അങ്ങനെ നിൽക്കാൻ പറ്റുന്നവർ നിന്നോളൂ. തീരെ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ കാൽമുട്ടൊന്ന് പതിയെ മടക്കി കൊടുത്ത് നിൽക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം. അല്ലെങ്കിൽ കാൽപാദം ഉയർത്തി വെച്ച് നിൽക്കാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിൽക്കുന്നത് ആ രീതിയിൽ നിൽക്കുക. ഗ്രാജ്വലി ഫൈനൽ പോസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ്. സാവധാനം നമ്മൾ നടന്നുകൊണ്ട് മുന്നിലേക്ക് വരാൻ പോവുകയാണ്. പതിയെ കൈപ്പത്തിക്ക് നന്നായിട്ട് സ്ട്രെങ്ത് കൊടുത്തതിന് ശേഷം ഓരോ കാലുകൾ മുന്നിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. ശേഷം ഒന്ന് കൈവിരലിൽ നിൽക്കാൻ ശ്രമിക്കുക. കൈവിരൽ കുത്തണമെങ്കിൽ കൈവിരൽ കുത്താം. കാല് കയറ്റി വെക്കുക. പറ്റുന്ന പോലെ മതി. ആദ്യമായിട്ട് ചെയ്യുന്നവർ കാൽമുട്ട് മടക്കി വെച്ചോളൂ. അവിടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തതായി കൈകൾ രണ്ടും ഇങ്ങനെ ഓരോ കൈമുട്ടിൽ ഓരോ കൈപ്പത്തി കൊണ്ട് പിടിക്കുന്ന രീതിയിൽ കൈ തൂക്കിയിടാം. ഒന്ന് അവിടെ നിന്നൊന്ന് ലൂസൻ ചെയ്ത് കൊടുക്കുക. ഒരു രീതിയിലുള്ള സ്ട്രെയിനും ഉണ്ടാവരുത് ബാക്കിന്. കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യുക. എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് ആ രീതിയിൽ നിന്നോളൂ. സാവധാനം മുട്ട് നിവർത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുക. അല്ലാത്തവർ ഈ ഒരു രീതിയിൽ തന്നെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം കൈ മെല്ലെ ഉയർത്തി നിൽക്കുന്ന സ്ഥിതിയിലോട്ട് വരാം. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. ഷോൾഡർ ഇങ്ങനെ കൂനി വെക്കാതെ റോൾ ബാക്ക് ചെയ്ത് കൊടുക്കുക പിറകിലോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും വശങ്ങളിലൂടെ മുകളിലോട്ട് ഉയർത്തിക്കോളൂ.
കൈ രണ്ടും കൈമുട്ട് മടക്കാതെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൈകൾ ചെവിയായിട്ട് ചേർന്നിരിക്കട്ടെ. നന്നായിട്ട് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ കൈപ്പത്തി കൂട്ടിയാണ് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ. കൈമുട്ട് മടങ്ങുന്നില്ല. സാവധാനം എക്സേൽ ചെയ്തുകൊണ്ട് താഴേക്ക്. വൺസ് മോർ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തുക. കൈപ്പത്തി ചേർത്ത് വെക്കുക. കൈമുട്ട് മടങ്ങരുത്. നോർമൽ ബ്രീത്തിങ്. 1 2 3 4 and 5. സാവധാനം നിങ്ങൾ വലതുവശത്തോട്ട് ലാറ്ററലി ബെൻഡ് ചെയ്യുക. 1 2 3 4 and 5. ഇൻഹേൽ നേരെ വരാം. എക്സേൽ എതിർവശത്തേക്ക്. 1 2 3 4 and 5. നേരെ വന്നു. സാവധാനം കൈകൾ വശങ്ങളിലൂടെ താഴോട്ട് കൊണ്ടുവരാം. വീണ്ടും പതിയെ നിങ്ങൾ മുന്നിലോട്ട് ബെൻഡ് ചെയ്ത് നിൽക്കുക. ഇത്തവണ താഴോട്ട് ബെൻഡ് ചെയ്യുന്നതേ ഇല്ല. കൈകൾ കാൽമുട്ടിൽ വെച്ചിട്ടുണ്ട്. ദൃഷ്ടി നേരെ മുന്നിൽ നോക്കി അവിടെ മെയിൻറ്റെയിൻ ചെയ്തോളൂ. 1 കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. കുറച്ച് നേരം നോർമൽ ബ്രീത്തിങ്ങിൽ അവിടെ നിൽക്കാം. ഇനി സാവധാനം നിങ്ങൾ കാൽമുട്ടൊന്ന് പതിയെ മടക്കി കൈകൾ രണ്ടും മുകളിലോട്ട് ഉയർത്തുക. ചെയർ പോസ്, ഉത്കടാസനയിലേക്ക് വരിക. കൈ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവർ കൈകൾ മുന്നിലായിട്ട് കൂട്ടിപ്പിടിച്ചാൽ മതി. 1 2 3 4 and 5. കൈ മുകളിലോട്ട് ഉയർത്തി സ്ഥിതിയിലോട്ട് വരാം. ഒരു തവണ കൂടി നമുക്ക് ചെയ്യാം. പതിയെ കാൽമുട്ട് മടക്കി, കാൽമുട്ട് കാൽവിരലിൻ്റെ പുറത്തോട്ട് പോവാതെ മുട്ടുമടക്കി ബാക്ക് കൊണ്ട് ഇരിക്കുന്ന, നമ്മൾ ചെയറിലിരിക്കുന്ന രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. ദെൻ കൈകൾ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് ഷോൾഡറിന് സ്ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ കൈ മുന്നിൽ കൂട്ടി വെക്കാം. ദൃഷ്ടി മുന്നിലോട്ടാണ്. 1 2 3 4 and 5. കൈ ഒന്നുകൂടി ഉയർത്തി കൈകൾ വശങ്ങളിലൂടെ താഴേക്ക്. വീണ്ടും നമുക്ക് പാദഹസ്താസനയിലേക്ക് എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നത് ആ രീതിയിൽ പോവുക. കാൽമുട്ട് നിങ്ങൾക്ക് മടക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മടക്കി വെച്ചോളൂ. പതിയെ പതിയെ നിങ്ങൾക്ക് ആ ഫൈനൽ പൊസിഷനിലോട്ട് എത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോഴത്തേക്ക് ഒന്ന് പതിയെ മടക്കി വെച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. സാവധാനം ബാക്കിലേക്ക് നടന്നു പോവാം. ഓരോ കാലുകളായിട്ട് ബാക്കിലേക്ക് ബാക്കിലേക്ക് ബാക്കിലേക്ക്. യെസ്, പർവ്വതാസന, ഇൻവേർട്ടഡ് വി. നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാൽമുട്ട് മടക്കി നിങ്ങൾക്ക് വാക്ക് ചെയ്യാം. സാവധാനം ശശാങ്കാസനയിലേക്ക് വരാം. പോറ്റിയിലിരിക്കാം. ഒന്നുകൂടി ശശാങ്കാസനയിൽ റിലാക്സ് ചെയ്യാം. കൈ ഇത്തവണ മുന്നിലോട്ടാണ് നീട്ടി വെച്ചേക്കുന്നത്. റിലാക്സ് ചെയ്ത് അവിടെ കിടക്കുക. കാൽമുട്ട് അകത്തി വെക്കണം എന്നുള്ളവർ കാൽമുട്ട് അകത്തി വെച്ചിട്ട് മുന്നിലോട്ട് ബെൻഡ് ചെയ്തോളൂ. സാവധാനം നമുക്ക് ഹിപ്പ് ഉയർത്തി കൊണ്ടുവരാം. ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നെഞ്ച് പതിയെ ഒന്ന് താഴ്ത്തുക. വലത് കൈനെ ഇടയിലൂടെ ഇടുക. വലത് ഷോൾഡർ താഴെ പതിഞ്ഞാണ് ഇരിക്കുന്നത്. ഇടത് കൈ നേരെ മുന്നിലോട്ട് നിങ്ങൾക്ക് നീട്ടി വെക്കാം. റിലാക്സ് ചെയ്യുക. സാവധാനം ഇടത് കൈ കുത്തി വലത് കൈ തിരിച്ചു കൊണ്ടുവരാം. എതിർവശം ചെയ്യാം. ഇടത് കൈ വലത് കൈയിനിടയിലൂടെ ഇട്ട് കൊടുക്കാം. വലത് കൈ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. നോർമൽ ബ്രീത്തിങ് ആണ്. 1 2 3 4 and 5. നേരെ വരാം. കുട്ടിയിലിരിക്കാം. മുന്നിലോട്ട് ശശാങ്കാസനയിൽ റിലാക്സ് ചെയ്ത് അവിടെ കിടക്കുക. ആവശ്യത്തിന് റിലാക്സേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉയർന്നു വരാം. നിങ്ങൾക്കിതിനൊപ്പം തന്നെ പ്രാണായാമ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ 15 മിനിറ്റ് പ്രാണായാമ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓൺലൈൻ യോഗ സെഷന് താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നതായിരിക്കും. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമസ്തേ.